ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന എളുപ്പത്തിൽ പുട്ടവിച്ച് എടുക്കാനുള്ളതാണ്. നമുക്ക് എളുപ്പം തന്നെ. കഴിഞ്ഞ തവണ ഞാൻ ആവിയിൽ വേവിച്ച് വെച്ചിരുന്ന മാവാണിത്. ഗോതമ്പ് പൊടിയാണ്. ഇത് നമുക്ക് അല്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഈ ഉപ്പും വെള്ളവും കൂടെയാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ഇതൊന്നും നമുക്ക് നനച്ചെടുക്കാം. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാമെന്നുള്ളൊരു പുട്ടാണ്. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് ഇന്നത്തെ രാത്രി ഒരാൾക്കുള്ള ഭക്ഷണം മതി പുട്ട്. അപ്പം ഇതുപോലെ നമുക്ക് അരിപ്പൊടി പോലെ പെട്ടെന്ന് തന്നെ ഇത് കട്ടി പിടിക്കില്ല. ഇത് ഗോതമ്പ് പൊടിയാണ്, പക്ഷെ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നനച്ചെടുക്കാം. അന്ന് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു ഗോതമ്പ് മാവ് ആവിയിൽ വേവിച്ചെടുക്കണത്. അപ്പം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ട് ആ മാവാണിത്. അപ്പം ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ അരിപ്പൊടി പോലെ നമുക്ക് കിട്ടണത്. എളുപ്പത്തിൽ നമുക്ക് നനച്ചെടുക്കാം. നമ്മളെ കയ്യിലും ഒട്ടൂല, പെട്ടെന്ന് നമുക്കിത് എടുക്കാം. അപ്പം നമുക്ക് ഇത് എങ്ങനെ വേവിക്കണമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് പുട്ട വെക്കുമ്പോൾ നമ്മൾ തുണി നനച്ചിട്ട് കൊടുക്കണം. നനച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ വാഴയില വെച്ച് കൊടുക്കാം. ഞാൻ ഇത് അലക്കി തുണി ആയതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തുണി നനച്ചാണ് എടുത്തിട്ടുള്ളത്. നനച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മാവിട്ട് കൊടുത്തു. ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നനച്ച് വെച്ചതാണ്. അപ്പം ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് എളുപ്പമുണ്ട്. നമുക്ക് എളുപ്പം പെട്ടെന്ന് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. അപ്പം ഞാൻ ബാക്കി മാവ് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എളുപ്പം തന്നെ പുട്ട് തയ്യാറാക്കി എടുക്കാന്നുള്ളതാണ്. നമുക്ക് കുറേ നേരം ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട. നമുക്ക് ഇത് നനച്ച് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഇതിനായിട്ട് നമ്മൾ മെനക്കെട്ട് നിൽക്കണ്ട. അപ്പം ഇത് ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം വീണാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ മൂടിയും വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ മൂടി വെച്ച് വെള്ളം വീണെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. നമ്മളെ 10 മിനിറ്റ് കൊണ്ട് നമ്മളെ പുട്ട് റെഡിയാണ്. നമ്മളെ അടുപ്പത്തെ പുട്ട് റെഡി. 10 മിനിറ്റ്, ഇത് 15 മിനിറ്റ് ആവി കയറുമ്പോൾ പുട്ട് റെഡിയായി. ഇതിൻ്റെ കൂടെ നമ്മൾ ആരും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത്രയും നനച്ചൊന്ന് വെച്ച് പാത്രത്തിലോട്ട് ആക്കി കൊടുത്താൽ മതി, നമ്മളെ പുട്ട് റെഡി. ഇനി കുറ്റിയിൽ നിന്ന് തള്ളാൻ നിൽക്കണ്ട, കുറ്റിയിൽ വാരി വെക്കാൻ നിൽക്കണ്ട, ഒന്നുമില്ല. എളുപ്പ പണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമ്മൾ രാവിലെ എണീച്ച് ജോലിക്ക് പോകുന്നവർക്കൊക്കെ തിരക്കാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ പുട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാന്നുള്ളതാണ്. നമ്മൾ കുറ്റിയിൽ അവിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. എല്ലാവരും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കി നമുക്കിനി പുട്ട് ഒന്ന് എടുക്കാം. ചൂടുണ്ട്. ഇത് പ്ലേറ്റിലോട്ട് ഇടാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഗോതമ്പ് അന്ന് ആവിയിൽ വേവിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്രയും നല്ല തരിയായിട്ടുള്ള പുട്ട് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് നനയ്ക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടും. പിന്നെ പുട്ടിന് നനയ്ക്കുമ്പോൾ കട്ട വരും. ഇത് കട്ടയൊന്നും വരില്ല. അതിനാണ് നമ്മൾ ആവിയിൽ വേവിച്ചത്. ഇതേപോലെ വേവിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എളുപ്പം നനച്ചെടുത്ത് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് പുട്ട് റെഡിയാക്കാം. അപ്പം നമ്മുടെ ഗോതമ്പ് പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.